പാർട്ടി പ്രവർത്തന റിപ്പോർട്ട് മാധ്യമങ്ങളിലേക്ക് ചോർന്നതിന്മേൽ ഗൗരവമേറിയ ചർച്ചയോടെയാണ് രണ്ടാം ദിവസത്തെ പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി പ്രതിനിധികളുടെ മൊബൈൽ പരിശോധനയും നടന്നു. പാർട്ടി പ്രവർത്തന റിപ്പോർട്ട് മാധ്യമങ്ങളിലേക്ക് ചോർന്നതിന്മേൽ ഗൗരവമേറിയ ചർച്ചയോടെയാണ് രണ്ടാം ദിവസത്തെ പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി പ്രതിനിധികളുടെ മൊബൈൽ പരിശോധന നടന്നു. വിഭാഗീയതയുടെ അടിത്തട്ടിൽ ഊന്നിക്കൊണ്ടാണ് പൊതുചർച്ചയിലെ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പി കരുണാകരൻ എംപിക്ക് നേരെ വിമർശനമുണ്ടായത് ഏറെ ശ്രദ്ധേയമായി. പാർട്ടി സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് പി കരുണാകരൻ പ്രതിനിധികളുടെ വിമർശനം നേരിടുന്നത്. നീലേശ്വരം ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളെ ഉദ്ധരിച്ചായിരുന്നു വിമർശനം. VS-നെ അനുകൂലിക്കുന്നത് പാർട്ടി വിരുദ്ധമാണോ എന്ന് പ്രതിനിധികൾ ചോദ്യമുയർത്തി. VV രമേശൻ പ്രശ്നത്തിൽ നടത്തിയ അന്വേഷണം വെറും പ്രഹസനമെന്ന് പലരും ശബ്ദിച്ചു. ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് ഉദ്യോഗസ്ഥ ഭാവമാണെന്നും അവർ ജനകീയരല്ലെന്നും പ്രതിനിധികൾ പലരെയും പേരെടുത്തു പറഞ്ഞു. VS-ന് സീറ്റ് നൽകിയത് LDF-ന്റെ മുഖം രക്ഷിച്ചുവെന്നും ഭൂരിഭാഗം പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ പല നേതാക്കളും തങ്ങൾ ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗമാണെന്ന രീതിയിലാണ് പാർട്ടി അംഗങ്ങളോട് പെരുമാറുന്നതെന്നും പൊതുചർച്ചയിൽ അഭിപ്രായമുണ്ടായി. VS-ന് വേണ്ടി ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് തെറ്റാണെന്ന വാദമുഖവും ഉയർന്നുവന്നു. പൊതുചർച്ചയിലെ പൊതുവികാരം VS-ന് അനുകൂലമായിരുന്നു.